ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ടെക്നോളജിക്കലി ആവറേജ് ബിലോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിക്കുന്നത് ഹോട്ട്സ്റ്റാറിലും ഒക്കെ നമ്മൾ പോയിട്ട് മൂവി കാണാനും അതുപോലെ തന്നെ ഓരോരോ അതുപോലെയുള്ള ഓൺലൈൻ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ പോയിട്ട് മൂവി കാണാനും ബിഗ് ബോസ് ഷോ വരുമ്പോൾ നമ്മൾ 3 months പാക്കേജ് അങ്ങനെയൊക്കെയുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുമല്ലോ, അതാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ മൾട്ടി വിറ്റാമിൻ ഗുളികകൾ അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 months കൂടുമ്പോൾ അവരിങ്ങനെ നമ്മുടെ വീട്ടിൽ അയച്ചുകൊണ്ട് വന്നിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകും. അങ്ങനെയൊക്കെയുള്ള സബ്സ്ക്രിപ്ഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഒരു ജനറേഷന് പറ്റിയ ഒരാളേ അല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ആ ഇന്നത്തെ ജനറേഷനോട് കൂടി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ സംഭവം കണ്ടതോടുകൂടി എനിക്ക് ഇന്നത്തെ ജനറേഷൻ അല്ല, വീട്ടമ്മമാർ മുഴുക്കിളവികൾ വരെ തുണിയില്ലാതെ ആടുന്ന ഒരവസ്ഥ, തുണിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ തുണിയില്ലാതെ കുറേ നഗ്നതാ പ്രദർശനം നടത്തി പണം വാങ്ങിക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ. എൻ്റെ ഗായ്സ്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന നമ്മുടെ ആളുണ്ടല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും വീഡിയോസ് കാണാറുണ്ട്. അപ്പം യൂട്യൂബേഴ്സിന് അദ്ദേഹം ഒരു കോണ്ടന്റ് ആണല്ലോ, ഈ രേണു സുധി എന്ന് പറയുന്നത് തന്നെ ഒരു കോണ്ടന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വഴിക്ക് ശ്രദ്ധിക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ 2-3 വീഡിയോസ് ഇട്ടെങ്കിലും പിന്നീട് ബിഗ് ബോസ് ഷോ വന്നതിന് ശേഷം പിന്നെ രേണു സുധിനിക്ക് എനിക്ക് ആ ബിഗ് ബോസ് ഷോയിലെ രേണു സുധിയെ എനിക്ക് ഇഷ്ടമായി. വളരെ ഒരു പാവം സ്വഭാവമുള്ള എന്നായിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രേണുസുധി ബിഗ് ബോസിലായിരുന്നപ്പോൾ. പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് വൃത്തിയില്ലായ്മയോ കുളിക്കാതെയോ ഒക്കെ ഇരുന്ന് അത് അറിവില്ലായ്മ കൊണ്ടായിരിക്കുമെന്ന് വെച്ചാൽ എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമായി. കാരണം ആവശ്യമില്ലാതെ ആൾക്കാരുടെ വഴക്കിനൊന്നും പോകാത്ത ഒരു ചുമ്മാ എവിടെയെങ്കിലും പോയിട്ട് ഇല്ല 5 സ്റ്റാർ മിഠായിയുടെ പരസ്യം പറഞ്ഞിടക്ക് ചുമ്മാതെ ഇരിക്കാം. അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ ഒരു കാറ്റഗറി ആയിട്ടാണ് എനിക്ക് രേണുസുധി ഇഷ്ടപ്പെട്ടത്. കാരണം ഈ പറയുന്ന കണക്കുള്ള ഒരു ബഹളക്കാരിയോ പ്രശ്നക്കാരിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇപ്പോഴുള്ള കുറേ വീഡിയോസ് കണ്ടപ്പോഴും ഞാൻ എന്തുവാണെന്ന് ഉള്ളിൽ അവരുടെ കോണ്ടന്റ് എന്താണെന്ന് ഞാൻ കേൾക്കാൻ പോയില്ല. അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടേനെ. അപ്പോൾ ഈ പെൺകുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും പെൺകുട്ടി ആ കൊച്ച് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പോൾ സബ്സ്ക്രിപ്ഷനെതിരെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ല ഗൈസ്. ഞാൻ വിചാരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്ത് എന്തിനാണ് ഇവരിങ്ങനെ വീഡിയോ ഇടുന്നത്, സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് പ്രശ്നം. പക്ഷേ ചെന്ന് നമ്മളത് തിരക്കി അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നോക്കിയപ്പോഴാണ് കുറേ അവളമാർ തുണിയില്ലാതെ അഴിഞ്ഞാടി അത് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാട്ടം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിന് മന്ത്ലി ഇത്ര പാക്കേജ്, മന്ത്ലി ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ട് ഇവർ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് തുണി അഴിച്ച് കാണിക്കുക. നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ മാക്സിമം ആരുമില്ലാത്തപ്പോൾ നമ്മൾ ബെഡ്റൂം അടച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബാത്റൂമിൽ കാണിക്കണ സംഭവങ്ങൾ, അല്ലെങ്കിൽ ബാത്റൂമിൽ വെച്ച് തുണി അഴിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇവർ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അതിനുള്ള റോഡിൽ പോയി നിൽക്കുന്നതല്ല. എൻ്റെ ദൈവമേ, സോഷ്യൽ മീഡിയയിൽ ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അവരെ സബ്സ്ക്രൈബ് ചെയ്താൽ 190 മുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 month പാക്കാണ് കേട്ടോ. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്, എക്സ്ക്ലൂസീവ് എന്ന് ഉദ്ദേശിക്കുന്ന തുണിയൊരിയൽ ചടങ്ങ്, ഈ തുണിയൊരിയൽ ചടങ്ങ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരുഷന്മാരെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നു വളരെ. കാരണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു സ്ത്രീ, ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എന്നെ കുറച്ച് ആൾക്കാരെങ്കിലും കളിയായിട്ടായാലും എന്നെ വിളിക്കണം. പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീ. സത്യമാണ്, ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീയാണ്. കാരണം എൻ്റെ അച്ഛൻ, എൻ്റെ പിന്നെ സഹോദരന്മാർ, 5 സഹോദരന്മാരുണ്ട്, അതിൻ്റെ ഹസ്ബൻഡ്, മകൻ, ഇവരെല്ലാം ഉള്ളപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ്. പിന്നെ അപ്പം അവർക്കും ഒക്കെ പുറത്തിറങ്ങി നടക്കണം. എല്ലാ കേസുകൾ കൊടുത്ത്, അല്ലെങ്കിൽ പുരുഷന്മാരെ എങ്ങോട്ട് നോക്കിയാലും അത് കുറ്റമായിട്ട് കണ്ടുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കുക, അവരെ മോശക്കാരാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമ്മൾ നേരിൽ കണ്ടത് കൊണ്ടാണ് നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി വന്നത്. പക്ഷെ എന്നാലും ഈ സബ്സ്ക്രിപ്ഷൻ കാണാൻ എന്തായാലും സ്ത്രീകൾ പോകില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്കറിയില്ല, അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്ന സ്ത്രീകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് ഇത്രമാത്രം പിന്നെ ദാരിദ്ര്യം, നമ്മളെപ്പോഴും ബിലോ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കാറ്റഗറി ജനങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ മലയാളി പുരുഷന്മാർ, ഇനി മലയാളികൾ മാത്രമാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്, നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ തന്നെ ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഈ പുരുഷന്മാരെ കൊണ്ടുവരുന്ന
ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരവിടെ ചെന്നെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആലോചിക്കുമ്പോഴേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ രേണുസുതി പോട്ടെ, രേണുസുതി കുറച്ച് ഏജൊക്കെ ആയി, അവർക്ക് മക്കളൊക്കെ ഉണ്ട്, അവർക്ക് അവരെ ഞാൻ വിട്ടു, അവരെ ഞാൻ ഒന്നും പറയണില്ല, അവരെ പാടായി, അവരൊരു വിധവയാണ്. അവർ ബിഗ് ബോസിൽ വന്നപ്പോൾ വിധവകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ വിധവകളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞ് വിധവകളായ സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീകളെ പ്രതിനിധീകരിക്കാൻ അവർക്ക് 1% പോലും യോഗ്യതയില്ല. കാരണം ഒരുപാട് അമ്മമാരും ഒരുപാട് ചേച്ചിമാരും ഒരുപാട് സഹോദരികളെയും ഞാൻ കാണുന്ന ഒരാളാണ്. ഞാനൊരു ചാരിറ്റി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് വിധവകളായി, ഒരുപാട് ഒറ്റയ്ക്ക് മക്കളെ വളർത്തി കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന, മക്കളെ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ചയച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മാന്യമായ ജോലികൾ ചെയ്ത്, അവർക്ക് പറ്റുന്ന കൈത്തൊഴിലുകൾ ചെയ്ത്, അവർക്ക് എന്തൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർ ജോലി ചെയ്തിട്ടാണ് അവർ മക്കളെ വളർത്തുന്നത്. അപ്പോൾ അവർ ഒരിക്കലും ഇതേപോലെയുള്ള സബ്സ്ക്രിപ്ഷൻ തുണി അഴിച്ച് കാണിച്ചു, ഇല്ലാത്ത സാധനങ്ങൾ വെച്ച് കെട്ടി മുകളിലേക്ക് പൊക്കി കാണിച്ചുകൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുക. സ്ത്രീകളെ അതിൽ ആകർഷിക്കാൻ പറ്റില്ല, സ്ത്രീകളെ കാർക്കിച്ചു തുമ്പും. കാരണം എല്ലാ സ്ത്രീകൾക്കും എനിക്കുള്ള സാധനം മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവർക്കും. ചിലവർക്ക് ചെറുതായിരിക്കും, ചിലവർക്ക് വലുതാവും. ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഇതേ കണക്കുള്ള ചീത്ത വർത്താനൊന്നും പറയാൻ അത്ര വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ. കാരണം ക്രിമിനൽ വക്കീലൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു സംസാരിക്കുന്നതിനൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്നാൽ പോലും നമ്മളുടെ നഗ്നത ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സത്യം ആ ഒരു സ്ത്രീയുടെ നഗ്നത എടുത്ത് കാണിച്ചുകൊണ്ട് അരി വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ, അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് നമുക്ക് തുപ്പാനാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ അപ്പോൾ ഞാൻ ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിപ്പെട്ട് അങ്ങനെ കുറേ ഉണ്ട്. പർപ്പിള്, തുമ്പി എന്നൊക്കെ പറയുന്ന ഒരു പെങ്കൊച്ചാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ പെങ്കൊച്ചിനെ അമ്മാവനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സത്യം പറയാൻ നമ്മൾ പണ്ടൊക്കെ മാമാപ്പണി എന്നൊക്കെ കേൾക്കും, കുട്ടികളെയൊക്കെ കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഈ കുട്ടീൻ്റെ നഗ്നത, ഈ കുട്ടീൻ്റെ അടിയിലിട്ടിരിക്കുന്ന പാൻറ്റീസ് വരെ കാണുന്ന രീതിയിൽ ആ വിവരമില്ലാത്ത വായി നോക്കി വൃത്തികെട്ട ചെറ്റ ഫോട്ടോ എടുത്തും വീഡിയോസ് എടുത്തും ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ കയ്യിൽ കിട്ടാൻ വെട്ടി നുറുക്കിയിട്ട് ജയിലിൽ പോകണം എന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. അപ്പോൾ ഇതേണക്കുള്ള പർപ്പിൾ, തുമ്പി, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് തിരക്കാൻ, ഇത് എന്താണ് സംഭവം നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇത് തിരക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീമാൻ ബഹുമാനായ സിനിമാ സീരിയൽ നടനും BJPയുടെ ഒരു സമുന്നതനായ നേതാവുമായി മാറിയ ശ്രീ കൃഷ്ണകുമാർ, ഭാര്യ സിന്ധുവിന് 4 പെൺകുട്ടികൾ, 4 പെൺമക്കളുണ്ട്. ഈ 4 പെൺകുട്ടികളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്, യൂട്യൂബിൽ കാണാറുണ്ട്. അവരുടെ വളരെ വൾഗറായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ഡ്രസ്സിങ്ങാണ് അവർ ചെയ്യുന്നതുമൊക്കെ. പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ പോലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്തുമാത്രം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു, മറ്റുള്ളവരെ എന്തുമാത്രം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരുടെ ഓരോരോ ചെറിയ വീഡിയോസും, കാരണം അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ ആ വീഡിയോസ് കാണുന്നത്. അവരെന്ത് പറഞ്ഞാലും, അവരെന്ത് തിന്നാലും, അവരെന്ത് നുണഞ്ഞാലും, അവരെന്ത് വർത്താനം പറഞ്ഞാലും, അവർ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ അവർ വീഡിയോ ഇടും. അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കും, ജനങ്ങൾ കാണും. അവരുടെ വീട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു 4, 5, 6 ചാനലുണ്ട്, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ചാനലുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ഇളയ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടിയുടെയൊക്കെ വീഡിയോസ് നമ്മൾ നേരത്തെ ആ ഒരു പ്രേമവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബിക്കിനി ഷൂട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ വൾഗറായിട്ട്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ വിവാഹം കഴിച്ചിപ്പം ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇളയ പെൺകുട്ടി അതൊക്കെ വിമൻസ് കോളേജിൽ എന്തോ പഠിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് അറിയാവുന്ന. തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ തിരുത്തുക, ഡിഗ്രിക്ക് ഫൈനൽ ഇയർ എന്തോ പഠിക്കുകയാണ്. ആ കുട്ടി വളരെ മോശമായിട്ട്, അതും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ആ വീഡിയോ വൈറലായി എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ചെന്ന് കണ്ടപ്പോൾ നമ്മൾ അടിവസ്ത്രം, അപ്പോൾ നമ്മളിടുന്ന അടിവസ്ത്രം ഊരി കാണിക്കുകയാണ്, അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് വയറ്റിലൊക്കെ ഇങ്ങനെ കുത്തുന്നു, എന്നിട്ട് നമ്മുടെ ഈ ഒരു വയർ ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ കുത്തുന്നു, എന്നിട്ട് നാക്കിങ്ങനെ കാണിക്കുന്നു, എന്നിട്ട് എന്തൊക്കെയോ കോമാളിത്തരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് ആലോചിക്കാൻ കൂടി പറ്റണില്ല നമുക്കല്ലേ. നമ്മൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരു സ്ത്രീയും പുരുഷനും, എനിക്ക് തോന്നുന്നു ഞാനൊരു മുതുക്ക് പ്രായമായതുകൊണ്ടോ മുതുക്ക് കാറ്റഗറിയിലുള്ള അവസ്ഥയിലായതുകൊണ്ടായിരിക്കാം മേ ബി
പക്ഷേ നമ്മൾ ബെഡ്റൂമിൽ ഇരുട്ടിൽ ഒരു ലൈറ്റ് ഇട്ടാൽ നമുക്കൊരു ചമ്മൽ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലേ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം ഞാനൊരു കൗൺസിൽ ചെയ്യുന്ന ഒരു കൗൺസിലർ, ഒരു മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം ലൈറ്റ് ഇട്ടാൽ പോലും ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ലൈറ്റ് ഇട്ടാൽ പോലും ചമ്മൽ വരുന്ന സ്ത്രീകളായിട്ടുള്ള നമ്മൾക്കൊക്കെ ഇത് കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം വൃത്തികെട്ട ഒരു എന്താ പറയണേ, ഒരു ആംഗ്യങ്ങളും അല്ലേ, ആംഗ്യങ്ങളും അതുപോലെ തന്നെയുള്ള ഡ്രസ്സ്, ഉടുപ്പ്, ഫ്രണ്ടിൽ ഇത് ഉടുപ്പ് ഊരി കാണിച്ചിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് ബ്രേസർ മാത്രം ഇട്ടുകൊണ്ട് കാണിക്കുകയാണ്. ഇതൊക്കെ എന്ത് സ്വാതന്ത്ര്യമാണ് ഞാനത് ആലോചിക്കുന്നത്. നമ്മൾ മാറുമറയ്ക്കാൻ വേണ്ടി നമ്മൾ മാറുമറയ്ക്കൽ സമരത്തിന് വേണ്ടി മാറുമുറിച്ച് കളഞ്ഞ ഒക്കെ നമ്മൾ അങ്ങനെയുള്ള ഭയങ്കര ഒരു വലിയ വലിയ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കണക്ക് നിങ്ങൾ മറക്കാൻ വേണ്ടി മുഴുവൻ മറച്ച് നടക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്നാലും നമുക്കൊരു മിനിമം ക്വാളിറ്റി, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മിനിമം ക്വാളിറ്റി? നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ, അത്യാവശ്യമുള്ള ശരീരഭാഗങ്ങൾ മാന്യമായി മറച്ച് നടന്നുകൂടെ? ഇത് കുഞ്ഞുങ്ങളെ, ഒരു സ്ത്രീയുടെ ശരീര വടിവെന്ന് പറയുന്ന ബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്, മാറിടം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? കുട്ടികൾക്ക് മുലയൂട്ടാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി, മാതൃത്വത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ് സ്ത്രീയുടെ മാറിടം എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ഇനി അതിനും അല്ല വേറെ വല്ല അർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഈ മാറിടം കാണുമ്പോൾ സാധാരണ ഇത് ഓപ്പോസിറ്റ് ആൾക്കാർക്ക് കാണുമ്പോൾ അതൊരു അട്രാക്ഷൻ ഉണ്ടാവാം, അവർക്കൊരു ഇഷ്ടം തോന്നാം, അതൊക്കെ സ്വാഭാവികം. പക്ഷെ അതിനെ തുറന്ന് കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം എത്തിയെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സ്വയം ലജ്ജയല്ലാതെ പിന്നെ എന്താണ് തോന്നേണ്ടത്? അതല്ല പ്രശ്നം. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവരൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ ഇതൊക്കെ കുഞ്ഞു കുട്ടികളെ സ്വാധീനിക്കുന്നു. കുഞ്ഞു കുട്ടികൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ്സ് ഒക്കെ തുടങ്ങാൻ, അവർക്ക് മെൻസസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പിബോർട്ടി പീരീഡ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 8 വയസ്സിലും കുട്ടികൾ ആദ്യ ആർത്തവം ഉണ്ടായ കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ 10 വയസ്സ് മുതൽ, നമ്മളുടെയൊക്കെ പ്രായത്തിൽ ഒരു 13 വയസ്സായിരുന്നു. അപ്പോൾ 10 വയസ്സിന് മുകളിലുള്ള താഴെയുള്ള കുട്ടികൾ പോലും ഇന്ന് ആർത്തവം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആർത്തവം ആരംഭിക്കുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് ഉണ്ടാവും, ബാക്കിയുള്ള അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ഒരു വളർച്ച എത്തുമ്പോഴാണ് സാധാരണ ആർത്തവം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് തുണി ഉരിഞ്ഞ് കാണിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്കതൊരു ഇൻസ്പിറേഷനാണ്, പണം ഉണ്ടാക്കാനുള്ള വഴികളാണ്. എന്താ ചോദിക്കും, 18 വയസ്സ് കഴിയാതെ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ ഒരു അത്യാവശ്യം നമ്മുടെ നാട്ടിൽ സമ്പൂർണ്ണ സാക്ഷരമായിട്ടുള്ള ഈ കേരളത്തിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. പല ആൾക്കാർക്കും ഇന്നും ആയിരക്കണക്കിന്, ഞാൻ ഒരുപാട് കോളനികളിലും ഒരുപാട് ട്രൈബൽ ഏരിയാസിലും പോണ ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാനൊരു ചാരിറ്റി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അപ്പം നമ്മൾ അവരെ സഹായിക്കാൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. സ്ത്രീകൾ ഇന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് കേരളത്തിൽ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം പേരിൽ ഈ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഫോൺ വാങ്ങിച്ച്, ഇന്നത്തെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ എല്ലാം കയ്യിൽ ഫോൺ എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം അവർക്ക് ഓൺലൈൻ പഠനം, അവർക്ക് ഓൺലൈൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ കുട്ടികൾക്കെല്ലാം ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന പാരൻസ് ആണ് ഇന്നുള്ളത്. ഫോണില്ലാത്ത ഒരു കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ആ കുട്ടികളുടെ കയ്യിലേക്ക് ഇവർ പാരൻസിൻ്റെ ID കാർഡ് അല്ലെ ID വെച്ചിട്ട് അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക, ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അവരെ അക്കൗണ്ടിലേക്ക് പറയും, ഞങ്ങളപ്പോൾ കുറേ വീഡിയോസ് ഇടുമ്പോൾ ഈ പാരൻസ് അറിയുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ മോള് വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല കാശ് ഉണ്ടാക്കുന്ന, ആദ്യം കുറച്ച് നല്ല വീഡിയോസൊക്കെ കാണും. അല്ലെങ്കിൽ അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിനെ കുറിച്ചൊന്നും ഈ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് അഹങ്കരിക്കുന്ന 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും LLM കേരള യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വാങ്ങിച്ച് വക്കീലായിട്ട് 12 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് പോലും സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അന്വേഷിക്കേണ്ടി വന്നു. കാരണം നമുക്ക്, ഞാൻ നേരത്തെ പറയുന്നത് ഹോട്ട്സ്റ്റാർ മറ്റേത് മറിച്ചതാണ് സബ്സ്ക്രിപ്ഷൻ അറിയാവുന്നത്. അപ്പോൾ അത് എനിക്ക് ഈ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് സ്വയം പറയുന്ന എനിക്ക് പോലും എന്ത് സബ്സ്ക്രിപ്ഷൻ, ഇതെന്താണ്? സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ എന്താ പ്രശ്നം? എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് അറിയുക. കാരണം വെരിഫൈഡ് അക്കൗണ്ടാണ് എൻ്റെത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ട് ആയിട്ട് പോലും ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഈ പാവപ്പെട്ട അമ്മമാരെയും അച്ഛന്മാരെയും പറ്റിച്ചുകൊണ്ട് ഈ പെൺകുഞ്ഞുങ്ങളും ഇത് ചെയ്ത് കാശുണ്ടാക്കാൻ, അവർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി പാരൻസിനെ സഹായിക്കാനായാലും വോട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയായാലും അവർക്ക് കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കൊണ്ടു കൊടുക്കുകയല്ലേ നമ്മുടെ ഈ സെലിബ്രിറ്റി മക്കളും സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീകളും ചെയ്യുന്നത്, അല്ലേ?
കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്താലും ആൾക്കാർ കാണാനിരിക്കുവാണ്. എന്ത് ചെയ്താലും ഇവരെ കാണാനിരിക്കുകയാണ്. ഇവർക്ക് പിന്നെ ഇവരെ സബ്സ്ക്രൈബ് ചെയ്താലും നമ്മുടെ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം ഓർത്തിൽ ലജ്ജ തോന്നുവാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കണക്ക് തന്നെയാണ് മറ്റുള്ളവർക്കും. ഇത് കണ്ടിട്ട് എനിക്കറിയില്ല, എനിക്കത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് അതിനെ എങ്ങനെയാണ് അതിനെ ഞാൻ അവയർനെസ് ക്ലാസ് എടുക്കുന്ന ആളാണ്. ലീഗൽ അവയർനെസ് ആയാലും ഞാൻ എല്ലാ ബോധവൽക്കരണ ക്ലാസ്സുകളും എടുക്കുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇങ്ങനെ പോണത്? ഒരു സൈക്കോളജിയും അത്യാവശ്യം പഠിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാട് എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾ വേറൊരാളിനെ പോയിട്ട് ലവ് ചെയ്യൂ, പ്രേമിക്കൂ, ഭാര്യ പോരാ, ഒരാളിനെ ഒരു ഇഷ്ടമുള്ള ഒരാളിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതാകും. പക്ഷേ സെക്ഷൽ റിലേഷൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അവനവൻ്റെ ഭാര്യയെയും ഭർത്താവും അല്ലാതെ വേറൊരു വ്യക്തിയോട് സെക്ഷൽ റിലേഷൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. കാരണം നമ്മളെപ്പോഴായാലും നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്തിച്ചേരണം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിനെയൊക്കെ എതിർക്കുന്ന ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, ലേഡീസിനോട് സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കും. അതിന് പറ്റിയ ഒരു സ്ത്രീകൾ എത്രയോ ആൾക്കാരുണ്ടെന്ന്. മാനം മര്യാദയ്ക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടുവന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ലവ് ചെയ്യുന്ന ഒരുപാട് ദൂരത്തിലിരുന്ന് സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ ഇന്നുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആരോടുകൂടി ഇഷ്ടം തോന്നിയാലും നമ്മളവരെ ഇഷ്ടപ്പെടും. പക്ഷേ ഇതേ കണക്കുള്ള ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മക്കളും നാളെ ഇതേ കണക്കുള്ള അവസ്ഥയിലേക്ക് എത്തും. പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒരു 10 വയസ്സ് കഴിയുമ്പോഴേ കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ തുണി ഉരിഞ്ഞ് കാണിച്ചാൽ, നഗ്നത പ്രദർശിപ്പിച്ചാൽ പണം ഉണ്ടാക്കാം. ചുളു വഴിക്ക് വേറൊന്നും വേണ്ട, ബെഡ്റൂമിൽ ചെന്നിരുന്ന് ഇതേപോലെ ഫോണും എടുത്ത് വെച്ചിട്ട് രാത്രിയിൽ നിങ്ങളുടെ മക്കളെ കൂടെ അല്ല എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ അല്ല, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മതി ഇവർക്ക് തുണി ഉരിഞ്ഞ് കാണിച്ചിട്ട് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു അവസ്ഥ. ഇത് പാരൻസിന് മനസ്സിലാവത്തില്ല, അവർക്ക് അറിയില്ല, അവർക്ക് ഇത് എന്താണ് ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അപ്പം ചോദിക്കും അക്കൗണ്ടിലേക്ക് കാശ് വരുമ്പോൾ അവരറിയുന്നില്ലെന്ന്. കാരണം കാശ് വരുമ്പോൾ പറയാമല്ലോ ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ അവരുടെ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നല്ല വീഡിയോസാണ്. പക്ഷേ ഇപ്പുറത്തൂടെ സബ്സ്ക്രിപ്ഷൻ ചെയ്തതൊന്നും ഈ പാരൻസിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ കണ്ടു മുഖത്തൊക്കെ മൂടുപടം, എന്താ പറയുക, മാസ്ക് ഒക്കെ വെച്ചിട്ട് തുണി ഉരിഞ്ഞ് കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഗവൺമെൻറ് തലത്തിൽ ഇതിനൊരു തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു നടപടി ഉണ്ടാവണം. കുറേ ആൾക്കാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ പൂട്ടിയെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു കേട്ടോ. സത്യമായിട്ടും നമ്മുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബില്ല് പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിന് എനിക്ക് തോന്നുന്നു ലോക്സഭയിൽ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ലോക്സഭയിൽ വെച്ചാൽ ലോക്സഭയിലും രാജ്യസഭയിലും കൂടി ആ ബില്ല് പാസ്സാക്കണം. ഇതുപോലെ ആൾക്കാർ ഇതേപോലെ സെലിബ്രിറ്റി മക്കളായാലും സെലിബ്രിറ്റി ആൾക്കാരായാലും ഇപ്പോൾ വീട്ടമ്മമാരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. പൈസ ഉണ്ടാക്കാനുള്ള വിദ്യ അത് പുതിയ തലമുറയെ, ന്യൂ ജനറേഷനെ വഴിതെറ്റിക്കുമെന്നുള്ള 100% ഉറപ്പാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ബെഡ്റൂമിനകത്ത് 5 മിനിറ്റ് ഇരുന്ന് തുണി ഉരിഞ്ഞ് കാണിച്ചാൽ പണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റായ സന്ദേശം, അത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേരാനുള്ള ഇടവരുത്തും. അത് അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് നമ്മുടെ കേരളത്തിൽ, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരുപാട് പകുതിയിലധികം സ്ത്രീകളും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സ്ത്രീകളാണ്. എന്താണിതെന്ന് അറിയാൻ വയ്യാത്ത സ്ത്രീകളും അമ്മമാരും അച്ഛന്മാരുമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അവരുടെ എല്ലാ മക്കൾക്ക് ഇങ്ങനെയുള്ള സെലിബ്രിറ്റി മക്കൾ കാണിക്കുന്ന തുണി ഉരിഞ്ഞിട്ടുള്ള എന്താ പറയുക, ഇതേ കണക്കുള്ള ചെറ്റത്തരം വൃത്തികേടുകൾ അവർക്ക് ഇൻസ്പിറേഷൻ ആകുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് ഗവൺമെൻറ് തലത്തിലാണ്. കാരണം ഇവരുടെയൊന്നും മാതാപിതാക്കൾ, ഞാൻ ആലോചിക്കുകയാണ്, ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് എന്താണ് ആലോചിക്കുന്നത്? നാണോ മാനമില്ലേ? സത്യം പറഞ്ഞാൽ അവരെയൊക്കെ കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു. 4 പെൺകുട്ടികളെ വളർത്തുന്നു, വലുതാക്കും. നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ആ ഒരു അവസ്ഥയിലാക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഈ 4 കുട്ടികളെ പഠിപ്പിക്കുന്ന അവരെ പെൺമക്കളാണ് എന്നുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ നമുക്ക് ഭയങ്കര അവരെ കാണുമ്പോൾ ഉളുപ്പാണ് തോന്നുന്നത്. നാണോ മാനമില്ല ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിടാൻ. എത്രമാത്രം കുഞ്ഞുങ്ങളെയാണ് ഇവർ വഴിതെറ്റിക്കുന്നത്, എത്രമാത്രം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് പെൺകുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ. അതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വന്തം മക്കളെ എങ്ങനെയോ കാശുണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഇതേ കണക്ക് മാന്യമായിട്ട് ജീവിക്കാൻ ഒരു അർഹതയുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഗൈസ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ ഞാൻ ഇത് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിപത്താണ്. ഒരു ഡ്രഗ്സിനെയും കാട്ടി ഇതിൻ്റെ നമ്മുടെ സമൂഹത്തിൽ ഡ്രഗ്സാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. ആ ഡ്രഗ്സിനെയും കാട്ടിയൊക്കെ വലിയൊരു മഹാവിപത്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഞാൻ നെക്സ്റ്റ്